ആണവധാരണ സംബന്ധിച്ച് അമേരിക്കയുമായി സംഘർഷത്തിനില്ലെന്ന് സൂചന നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. എന്നാൽ സൈനിക നടപടിയുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു കക്ഷികൾക്കും ഗുണകരമായ ആണവധാരണയ്ക്ക് തയ്യാറെന്ന നിലപാടാണ് അബ്ബാസ് അറാക്ചി മുന്നോട്ട് വയ്ക്കുന്നത്. ആണവധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നു. ഐസൻ, ഇപ്പോൾ ആണവധാരണ സംബന്ധിച്ച് അമേരിക്കയുമായി സംഘർഷത്തിനില്ലെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ സൈനിക നടപടി ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പറയുന്നുണ്ട്. വിവരങ്ങൾ? തീർച്ചയായും അമൽ, സൈനിക നടപടിക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അബ്ബാസ് അറാക്ചി പറയുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ആണവധാരണയ്ക്ക് തയ്യാറാണ് എന്നൊരു സൂചന കൂടിയാണ്. ആണവധാരണയ്ക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഉൾപ്പെടെയുള്ള അതിശക്തമായ സൈനിക നടപടിക്ക് ശേഷം കാര്യമായ ആണവ രംഗത്തെ നാശനഷ്ടം നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആയുധശേഷി തീർത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സൂചനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ അതിശക്തമായ ആണവായുധ ശേഷി കാര്യമായി നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് ഈ സൂചനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആണവധാരണയ്ക്ക് തയ്യാറാണ് എന്നൊരു സൂചന നൽകുന്ന രീതിയിൽ അബ്ബാസ് അറാക്ചിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അത്തരത്തിൽ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു സൈനിക നടപടി കൂടി നേരിടേണ്ട സാഹചര്യം ഉണ്ടായാൽ വലിയ ആഘാതം അത് തങ്ങളുടെ രാജ്യത്തിന് സൃഷ്ടിക്കുമെന്ന ഒരു ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അബ്ബാസ് അറാക്ചി ഈ ന്യൂക്ലിയർ ധാരണയ്ക്ക് അല്ലെങ്കിൽ ആണവധാരണ സംബന്ധിച്ച വിഷയങ്ങളിൽ ഒരു സമന്വയത്തിന്റെ നിലപാടിലേക്ക് പോകാമെന്നൊരു സൂചന അദ്ദേഹം നൽകുന്നത്. അതേസമയം സുപ്രീം കൗൺസിലിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന നിലപാടിൽ തന്നെയാണുള്ളത്. ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന നിലപാട് പറയുമ്പോഴും തങ്ങളുടെ സൈനിക ശേഷി ദുർബലമാണ് എന്ന തിരിച്ചറിവ് ഇറാനുണ്ട് എന്ന വ്യക്തതയാണ് ഇക്കാര്യത്തിൽ നിന്നും വരുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ അബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ ഉൾപ്പെടെ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന് ട്രംപ് പോസ്റ്റ് ചെയ്യുകയും ആ പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തത് ആണവധാരണയ്ക്ക് തയ്യാറാവുകയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തില്ലെങ്കിൽ കടുത്ത നടപടിയായിരിക്കും. നേരത്തെ ഉണ്ടായ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനേക്കാൾ അതിരൂക്ഷമായ ആക്രമണമായിരിക്കും നടക്കുക എന്ന ഒരു സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കുറെ കൂടി പരിമിതമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ തങ്ങൾ ഒരുങ്ങി പുറപ്പെടുമെന്ന് പറയുമ്പോഴും ആണവധാരണയ്ക്ക് തയ്യാറാണ് എന്ന സൂചന നൽകുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. വലിയ തോതിൽ ആണവ ധാരണയിൽ എത്തണമെന്ന ഇറാനോടുള്ള ആവശ്യത്തെ തീർത്തും നിഷേധാത്മകമായ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കുറെ കൂടി സമരസപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ഇറാൻ എത്തുന്നു എന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും പശ്ചിമേഷ്യയിലെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ, അതുപോലെ തന്നെ ഗാസയിലെ സൈനിക സംവിധാനങ്ങളെ എല്ലാം വിന്യസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഗാസയിലെ സംവിധാനങ്ങളെ വിന്യസിച്ചുകൊണ്ടുള്ള സമാധാന ദൗത്യം, അത്തരത്തിലുള്ള വിവിധങ്ങളായ നീക്കങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ നിലപാടുകൾ പ്രതികൂലമായി ഭവിക്കുന്നത് ഇറാന് തന്നെ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹിസ്ബുള്ളയാകട്ടെ, ഹമാസ് ആകട്ടെ, അതുപോലെ തന്നെ യമനിലെ ഹൂതി വിമത വിഭാഗങ്ങളാകട്ടെ, എല്ലാവരും തന്നെ ഏതാണ്ട് ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇറാന്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണവധാരണ സംബന്ധിച്ച് അമേരിക്കയുമായി സംഘർഷത്തിന് ഇല്ലെന്ന സൂചന നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി. എന്നാൽ സൈനിക നടപടി ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.